ആ നന്ദു SI ആയി വരുന്നതിന് മുമ്പ് എനിക്ക് പലതും നേടണോ അമ്മേ? ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് അനാമിക ചോദിക്കുമ്പോൾ അതിന് പണം വേണ്ടേ മോളെ? നിന്റെ അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ 1 ലക്ഷം പോലും കാണില്ല. പിന്നെങ്ങനെ മോള് ബിസിനസ് തുടങ്ങും എന്ന് രേവതി ചോദിക്കുവാണ്. അതിനൊരു മാർഗമുണ്ട് രേവതി. മോൾ ഉടനെ ഇക്കാര്യം അനന്തപുരിയിൽ അവതരിപ്പിക്കട്ടെ. അവിടുത്തെ മൂർത്തി സാറും ദേവയാനിയും വിചാരിച്ച മോൾക്ക് എത്ര കോടി വേണമെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ മോൾക്ക് ഒരു ജ്വല്ലറി തന്നെ തുടങ്ങാൻ പറ്റും. അത് വളർന്നു പന്തലിച്ച് മൂർത്തി ജ്വല്ലേഴ്സിനേക്കാളും അതിനു മുന്നിൽ എത്തിയേ പറ്റൂ എന്നൊക്കെ വേണു ഉപദേശിക്കുവാണ്. അത് കേട്ട് അനാമിക സന്തോഷത്തോടെ അനന്തപുരിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. വല്യമ്മ, ഞാൻ പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്. സ്വന്തം കാലിൽ നിന്ന് എനിക്ക് ഒരുപാട് സമ്പാദിക്കണം. അതിന് വല്യമ്മ കൂടി വിചാരിച്ചേ പറ്റൂ. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറച്ച് കോടി രൂപ വല്യമ്മ എനിക്ക് തന്നേ പറ്റൂ എന്ന് അനാമിക ആവശ്യപ്പെടുവാണ്. നിനക്ക് ബിസിനസ് ചെയ്യാൻ എന്തിനാ അനാമിക എൻ്റെ കാശ്? അതിന് കോടീശ്വരനായ നിന്റെ അച്ഛൻ എവിടെയില്ലേ? പണം മുടക്കാൻ വേണുവിനോടൊന്ന് ചോദിച്ചാൽ പോരെ? എത്ര കോടി വേണമെങ്കിലും വേണു തരുമല്ലോ എന്ന ദേവയാനിയുടെ ചോദ്യം കേട്ട് അനാമിക ഒരു നിമിഷം പകച്ചു നിൽക്കുവാണ്. അത് വല്യമ്മേ, അച്ഛൻ എത്ര കോടി വേണമെങ്കിലും തരാന്ന് പറഞ്ഞതാണ് ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. കാരണം ഇപ്പൊ ഞാൻ അവിടുത്തെ കുട്ടിയല്ല, അനന്തപുരിയിലെ മരുമകളല്ലേ. അപ്പോ ഈ വീട്ടിലെ പണം ഉപയോഗിച്ചല്ലേ ഞാൻ ബിസിനസ് ചെയ്യേണ്ടത്. എന്താ വല്യമ്മേ, എനിക്ക് തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുവാണ് അനാമിക. അയ്യോ അനാമിക മോളെ, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ അത്രയും പണമൊന്നും ഉണ്ടാവില്ല. എല്ലാം ജയേട്ടൻ്റെ അക്കൗണ്ടിലാണ് ഉള്ളത്. മോൾ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഈ കാര്യം ഒന്ന് ചോദിക്ക്. അച്ഛനും അമ്മയും മോളെ സഹായിക്കാതിരിക്കില്ല എന്നു പറഞ്ഞ് ദേവയാനി പോവുകയാണ്. തള്ളയാള് കൊള്ളാലോ, ഒരു 10-15 കോടി ബാങ്ക് അക്കൗണ്ടിൽ വെച്ചിട്ടാണ് പൈസ ഇല്ലത്രേ. ഇനി ആ കിളവന്റെ മുന്നിൽ പോയി കൈ നീട്ടേണ്ടി വന്നില്ലേ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അനാമിക മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശേഷം തനിക്ക് ബിസിനസ് തുടങ്ങാനുള്ള പണം അദ്ദേഹത്തിന്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. അനാമിക മോള് ഈ പറയുന്നതൊക്കെ ശരിയാണോ? ചെയ്യാൻ പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇക്കാലത്ത് പെൺകുട്ടികള് സ്വന്തം കാലിൽ നിന്ന് സമ്പാദിക്കണം. അതിന് മോൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാൻ തയ്യാറാണ്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് അനാമികയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. നേരാണോ മുത്തശ്ശ ഈ പറയുന്നത്? എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതുടനെ അമ്മയെ വിളിച്ചു പറയട്ടെ. എനിക്ക് ഒരു 10 കോടി മതിയാവും മുത്തശ്ശ എന്ന് അനാമിക ചോദിച്ചപ്പോ അത്രയും തുക തരാമെന്ന് മുത്തശ്ശൻ സമ്മതിക്കുന്നുണ്ട്. അത് കേട്ട് അനാമിക സന്തോഷത്തോടെ അവിടെ നിന്ന് പോയപ്പോ ദേവയാനി പിന്നാലെ വരികയാണ്. അച്ഛൻ എന്തു പണിയായി കാണിച്ചേ? എന്ത് വിശ്വസിച്ചാണ് അനാമിക മോൾക്ക് ഇത്രയും തുക കൊടുക്കുന്നേ? അവൾക്കൊരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനുള്ള പക്വത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അതുകൊണ്ട് അച്ഛൻ ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറണം. അങ്ങനെ ദേവയാനി ആവശ്യപ്പെടുന്നുണ്ട്. ഇല്ല ദേവയാനി, നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ അനാമിക മോൾക്ക് 10 കോടി കൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇവിടുത്തെ മൂത്ത 2 മരുമക്കൾക്ക് നയനക്കും നവ്യക്കും ഞാൻ നിറയെ സ്വർണം കൊടുത്തില്ലേ? ഇളയ മകൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നല്ലേ അവളുടെ അച്ഛന്റെ അമ്മയുടെയും പരാതി. ഈ തുക കൊടുക്കുന്നതോടെ അവരുടെ പരാതി അങ്ങ് മാറിക്കോളും. അനിമോന് നല്ലൊരു ജീവിതം ഉണ്ടാവും. അനാമിക മോള് അനിയെ സ്നേഹിക്കാൻ തുടങ്ങും എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് ദേവയാനി നല്ല നിരാശയില് അവിടെ നിന്ന് പോവുകയാണ്. അനാമിക നയനയുടെ അടുത്തേക്ക് വരുവാണ്. എടി, നീ ജ്വല്ലറിയിലെ ഡിസൈനർ ആയിട്ടല്ലേ ജോലി ചെയ്യുന്നേ? എന്നാ ഞാനേ സ്വന്തമായിട്ട് വലിയൊരു ജ്വല്ലറി തന്നെ തുടങ്ങാൻ പോവാണ്. അനാമിക ഡിസൈൻസ്. എന്താ അതിന്റെ പേര് നിനക്കിഷ്ടമായില്ലേ? മുത്തശ്ശൻ 10 കോടിയാ മുടക്കുന്നേ. നീയൊക്കെ മൂർത്തീസ് ജ്വല്ലറിയിൽ വെറും തൊഴിലാളിയായി കഴിയുമ്പോൾ ഞാൻ ജ്വല്ലറി മുതലാളിയായി ജീവിക്കാൻ പോവാ എന്ന് അനാമിക പറഞ്ഞത് കേട്ട് നയനയാകെ ഷോക്കാവുകയാണ്. സ്വന്തമായി ബിസിനസ് തുടങ്ങാനൊക്കെ നല്ല കാര്യം തന്നെയാണ്. അനാമികയ്ക്ക് അതിനുള്ള കഴിവുണ്ടോ? നീ എന്തിനാ എന്റെ ജോലിയെ കളിയാക്കുന്നേ? മുത്തശ്ശൻ ഇത്രയും കോടി നിനക്ക് വേണ്ടി മുടക്കുന്നുണ്ടെങ്കിലേ അത് നിന്റെ കഴിവില് അദ്ദേഹത്തിന് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അത് നീ ഇല്ലാതാക്കരുത് അനാമിക്കെ. അതുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് വളർത്താൻ നോക്ക് എന്ന് പറഞ്ഞ് നയൻ അവിടെ നിന്ന് പോവുകയാണ്. ഈ കാര്യം അറിഞ്ഞ നവ്യ, എന്നാലും മുത്തശ്ശൻ ഇത് എന്തു പറ്റി നയനെ? എന്ത് കണ്ടിട്ടാണ് ആ കഴിവില്ലാത്തവൾക്ക് ഇത്രയും കോടികൾ കൊടുക്കുന്നേ എന്നു പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട്. അനാമികയെ കഴിവില്ലാത്തവളെന്നൊന്നും വിളിക്കല്ലേ ചേച്ചി. ചിലപ്പോ നമ്മളെക്കാൾ കഴിവും കാര്യപ്രാപ്തിയും അവൾക്കായിരിക്കും ഉണ്ടായിരിക്കുക. അനാമിക വിചാരിച്ച മൂർത്തീസ് ജ്വല്ലറിയേക്കാൾ ഒരുപടി മുന്നില് അത് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും എന്നൊക്കെ നയന പറയുന്നത് കേട്ട് നവ്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്.
പിന്നീട് ഇക്കാര്യം അറിഞ്ഞ അനി അനാമികയോട് ചൂടാവുകയാണ്. നീ മുത്തശ്ശനെ പറ്റിച്ച് 10 കോടി കൈക്കലാക്കാമെന്ന് കരുതിയോ? ഈ വീട്ടില് എന്ത് കുറവാടിയുള്ളത്? അവളുടെ ഒരു ബിസിനസ് എന്നൊക്കെ അനി ചോദിക്കുവാണ്. നിന്നെ കൊണ്ട് പറ്റാത്തത് എന്നെ കൊണ്ട് സാധിക്കുമെടാ. നിനക്ക് 2-3 ജ്വല്ലറി മര്യാദക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് ആദർശേട്ടൻ അവിടെ ചുറ്റിയിരിക്കുവല്ലേ. എന്റെ പേരിലാക്കി തരാൻ പറഞ്ഞിട്ട് അത് കേട്ടില്ല. അതുകൊണ്ടാ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചേ. ഇനി നിന്റെ നയനേട്ടത്തെ കടത്തി വെട്ടിയായിരിക്കും ഞാൻ വളരാൻ പോകുന്നേ, നീ കണ്ടോ എന്ന് പറഞ്ഞ് അനാമിക പോകുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞ ജാനകി അനാമികയുടെ അടുത്തേക്ക് വരുവാണ്. അനാമിക മോള് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ പോവല്ലേ, അത് നല്ല കാര്യം തന്നെയാണ്. അതിന് നല്ലൊരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ജാനകി ജ്വല്ലേഴ്സ്. ആ പേരിട്ടാ മതി മോളെ എന്ന് ജാനകി പറഞ്ഞത് കേട്ട് അനാമികയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അമ്മേ, ആദ്യം പണം കയ്യിൽ വരട്ടെ എന്ന് പറഞ്ഞ അനാമിക ജാനകിയെ പറഞ്ഞയക്കുകയാണ്. ശേഷം തന്റെ അമ്മയെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കിളവൻ 10 കോടി തരാന്ന് സമ്മതിച്ചു. ആ സന്തോഷത്തിൽ ഇരിക്കുമായിരുന്നു ഞാൻ. അപ്പോഴാണ് ആ തള്ള ഇങ്ങോട്ട് വന്നത്. ആ ജാനകി എന്ന് പറയുന്നവള് അവളുടെ പേരില് തുടങ്ങണമെന്നാ പറഞ്ഞിരിക്കുന്നേ. അതെങ്ങനെ ശരിയാവും അമ്മേ? അനാമിക ഡിസൈൻസ് എന്നല്ലേ നമ്മൾ പേര് വെച്ചിരിക്കുന്നേ, അത് മാറ്റാൻ പറ്റില്ല. അവര് പറയുന്നത് ജാനകി ജ്വല്ലേഴ്സ് എന്നാക്കാനാ. അതൊരിക്കലും സംഭവിക്കില്ല എന്ന് അനാമിക പറയുന്നത് ജാനകി പിന്നിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജാനകി ജ്വല്ലേഴ്സ് ആ പേരിടുന്നതിലും ഭേദം ജ്വല്ലറി തന്നെ അങ്ങ് പൂട്ടുന്നതാ നല്ലത്. ആ തള്ളയ്ക്ക് ഇത് എന്തിന്റെ കേടാണ് വയസ്സാം കാലത്ത്? മോളെ ഇതിന് സമ്മതിക്കരുത് എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അതെ അമ്മേ, ആര് വിചാരിച്ചാലും എന്റെ പേര് മാറ്റാൻ പറ്റില്ല. ആ തള്ളയുടെ പേര് എന്റെ ബിസിനസ്സിലിടാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പേരിനത്ര രാശിയൊന്നും അവരുടെ പേരിനില്ല എന്ന് അനാമിക പറയുന്നത് കേട്ട് ജാനകി നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ്. അപ്പൊ നിനക്ക് എന്റെ പേരിടാൻ പറ്റില്ലല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. അതും നിനക്ക് വേണ്ടി കോടികൾ എടുക്കുന്നത് അനന്തപുരിക്കാരാണ്. അതിന്റെ നന്ദിയും കടപ്പാടും നിനക്കില്ലാന്ന് എനിക്ക് ബോധ്യായടി. നീ ഇനി എന്നെ ഒഴിവാക്കിയിട്ട് ബിസിനസ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം എന്ന് മനസ്സിൽ പറഞ്ഞ ജാനകി അവിടുന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസം മുത്തശ്ശൻ അനാമികയെ അടുത്തേക്ക് വിളിച്ച് പണം ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുവാണ്. പക്ഷേ ജാനകി ഓടി വന്ന് മുത്തശ്ശനെ തടയുന്നുണ്ട്. എന്താ ജാനകി ഇത്? നിന്റെ മോനും മരുമോൾക്കും വേണ്ടിയല്ലേ ഞാൻ പണം തരുന്നത്, എന്നിട്ട് നീ എന്തിനാ അത് വിലക്കുന്നേ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. അച്ഛാ, എന്റെ മരുമകള് ചെയ്യാൻ പോകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് വേണ്ടച്ചാ. ഇത്രയും തുക അനാമികയ്ക്ക് കൊടുക്കരുത്. കാരണം അവൾക്ക് പക്വത ഇനിയും വന്നിട്ടില്ല. അച്ഛന് പണം കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് എന്റെയും അനിമോന്റെയും പേരിൽ തന്നേക്ക്. അനാമിക വന്നു കയറിയ മരുമകളല്ലേ, കുറച്ചു കാലേ ആയിട്ടുള്ളൂ. അവൾക്കൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോവാനുള്ള ബുദ്ധിയും വിവരവും ഇല്ല. അതുകൊണ്ട് ഈ പണം അവൾക്ക് കൊടുക്കാൻ പറ്റില്ല അച്ഛാ എന്നു പറഞ്ഞ് ജാനകി അച്ഛനോട് തർക്കിക്കുന്നുണ്ട്. അത് കേട്ട് അനാമിക വന്ന് എന്താ അമ്മ ഇത്? നിങ്ങളുടെ മകനെ കൊണ്ട് ഒരു ബിസിനസ് നേരാവണ്ണം നടത്തിക്കൊണ്ട് പോവാൻ പറ്റുന്നില്ല. ആദർശേടൻ 1-2 ജ്വല്ലറി ഇവനെ നോക്കാൻ ഏൽപ്പിച്ചതല്ലേ, എന്നിട്ട് അനി എന്തെങ്കിലും പുരോഗതി ആ ജ്വല്ലറിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് അനാമിക. എടി നിർത്തടി, എന്നെ എന്റെ മോനെ പറ്റി ഇനി നീ കൂടുതൽ സംസാരിക്കണ്ട. അതിനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ലടി. അനിമോൻ ബിസിനസ് നന്നായിട്ട് തന്നെയാ കൊണ്ടുപോകുന്നേ. ആദ്യം നീ വീട്ടുകാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പഠിക്ക്, എന്നിട്ട് മതി സ്വന്തമായി ബിസിനസ്സിന് ഇറങ്ങുന്നേ എന്ന് പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട്. ജാനകിക്കും അനിക്കും അനാമികയിൽ വിശ്വാസമില്ലെങ്കിൽ ഞാൻ പണം തരാൻ തയ്യാറല്ല. മോൾക്ക് പക്വത ഇല്ലെന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നേ. അതുകൊണ്ട് പക്വത വന്നിട്ട് മതി അനാമിക മോള് ബിസിനസ്സിന് ഇറങ്ങി പുറപ്പെടുന്നേ. അനാമിക മോൾ ആദ്യം നല്ലൊരു കുടുംബിനിയാവാൻ പഠിക്കട്ടെ. ജാനകിയെ വീട്ടുജോലിയിൽ സഹായിച്ച് നല്ല മരുമകളാവാൻ മോള് പഠിക്കണം. അതുകൊണ്ട് ബിസിനസിന്റെ കാര്യമൊക്കെ തൽക്കാലം മാറ്റി വച്ചേക്ക് എന്ന് മുത്തശ്ശൻ പറഞ്ഞത് കേട്ട് അനാമിക ജാനകിയെ ദേഷ്യത്തിൽ നോക്കുകയാണ്. ഇത്രയും നാള് അനിയെ കൊണ്ടായിരുന്നു ശല്യം, ഇപ്പൊ അവന്റെ തള്ളയെ കൊണ്ടായി ശല്യം. കയ്യിലേക്ക് വന്ന സൗഭാഗ്യമാണ് ഈ തള്ള ഒറ്റ നിമിഷം കൊണ്ട് തട്ടിത്തെറിപ്പിച്ചത് എന്ന് മനസ്സിൽ പറയുകയാണ് അനാമിക. അതിനിടയില് ദേവ്യാനി കയറി വരുന്നുണ്ട്. അച്ഛാ, ഇങ്ങനെയാണ് അച്ഛന്റെ തീരുമാനമെങ്കിൽ വളരെ നല്ല കാര്യം. ഞാനൊരു സജഷൻ പറയട്ടെ. അനാമികയ്ക്ക് പക്വത ഇല്ലാത്തത് കൊണ്ട് അവളുടെ കാര്യം വിട്ടേക്ക്. പക്ഷെ എന്റെ മരുമകള് നയന അങ്ങനെയാണോ? അവൾ മിടുക്കിയാണെന്ന കാര്യത്തില് ആർക്കും സംശയമൊന്നുമില്ലല്ലോ.
അപ്പോ അച്ഛൻ അനാമികയ്ക്ക് വേണ്ടി മുടക്കാനെടുത്ത തുകയില്ലേ, അത് നയനയുടെ പേരിൽ ഇട്ട് കൊടുത്തൂടെ? നയന കളക്ഷൻസ് എന്ന പേരിൽ മറ്റൊരു ബ്രാൻഡ് നമുക്ക് ഓപ്പൺ ചെയ്താലോ? മോൾ അത് നിമിഷ നേരം കൊണ്ട് വളർത്തിയെടുക്കും. മോൾക്ക് അനാമികയേക്കാൾ പക്വതയുണ്ട്. അങ്ങനെ ദേവ്യാനി മുത്തശ്ശനോട് പറയുന്നുണ്ട്. അതെ അച്ഛ, അനാമികയുടെ പേരിൽ ഇട്ട് കൊടുക്കുന്നതിലും ഭേദം അത് നയനമോളുടെ പേരിൽ കൊടുക്കുന്നത് തന്നെയാണ്. എന്റെ മരുമകള് ബിസിനസ് തുടങ്ങിയ അത് 8 നിലയിൽ തകർന്നടിയും. എന്തുകൊണ്ടും നല്ലത് നയനക്ക് കൊടുക്കുന്നതാ അച്ഛാ എന്ന് ജാനകി നിർദ്ദേശിക്കുവാണ്. അതൊക്കെ കേട്ട് മുത്തശ്ശൻ 10 കോടി നയനയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. മോനെ ആദർശെ, മൂർത്തീസ് ജ്വല്ലറി വളർത്തിയതുപോലെ നയന ഡിസൈൻസും വളരാൻ നീ നയനയുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് ദേവ്യാനി പറഞ്ഞപ്പോ ആദർശ് അതിന് സമ്മതം മൂളുകയാണ്. പിന്നീട് ജാനകിക്ക് വേണ്ടി നയന നല്ലൊരു നെക്ലേസ് ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുവാണ്. ഇത് ചെറിയമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ നെക്ലേസ് ആണ്. എങ്ങനെയുണ്ട് ചെറിയമ്മ, ഇഷ്ടമായോ? ഇനി ചെറിയമ്മ ഇത് കഴുത്തിൽ അണിഞ്ഞാ മതി എന്നു പറഞ്ഞു നയന അത് ജാനകിക്ക് കൊടുക്കുവാണ്. എന്തൊരു ഭംഗിയാ മോളെ ഇത് കാണാൻ. 100 പവന്റെ സ്വർണമായിട്ടാണ് എന്റെ മരുമകൾ ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷെ ഇതുപോലുള്ള ഒരു നെക്ലേസ് പോലും അവൾ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. എന്നാ എന്റെ മരുമകള് ചെയ്യാത്തതാണ് മോളിപ്പോ ചെയ്തിരിക്കുന്നെ. അങ്ങനെ അനാമിക കേൾക്കാനായി ജാനകി പറയുകയാണ്. ഇതൊന്നും സഹിക്കാനാവാതെ അനാമിക നല്ല ദേഷ്യത്തില് അവിടുന്ന് പോകുന്നുണ്ട്. രേവതിയെ വിളിച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. ആ കിളവൻ തരാന്ന് പറഞ്ഞ കോടിയുണ്ടല്ലോ, അത് നയനക്ക് കൊടുത്തമ്മേ. അതും എന്റെ അമ്മായിയമ്മ കാരണം. അതിന്റെ സന്തോഷത്തില് ആ തള്ളയ്ക്ക് അവള് നെക്ലേസ് ഡിസൈൻ ചെയ്തു കൊടുത്തു. അത് കണ്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി അമ്മേ എന്ന് പറഞ്ഞ് കരയുവാണ് അനാമിക. അതുവരെ എത്തിയോ കാര്യങ്ങള്? മോള് സങ്കടപ്പെടാതിരിക്ക്. ആ ജാനകിക്കും നയനക്കൂട്ടുള്ള പണി ഞാൻ കൊടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് രേവതി അവളെ സമാധാനിപ്പിക്കുവാണ്.